സുദേവേട്ടൻ്റെ സഹോദരനാണ് ദിനേശൻ. അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് ചില ചിത്രങ്ങൾ കിട്ടിയത്. സുദേവേട്ടൻ്റെ ആ ചിത്രത്തിലുള്ളത് സുദേവേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് അല്ലേ? സുദേവേട്ടന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളാണ്. സുദേവേട്ടന്റെ വിവാഹ ചിത്രമാണ് അതിലുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമ്മൾ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ തന്നെ കേൾക്കുന്ന പേരാണ് സുദേവേട്ടന്റെ പേരും ആ കുടുംബത്തിന്റെ സാഹചര്യവും. ഇന്നലെയും ഇനിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ രീതിയിൽ പരിശോധനകൾ നടന്നിരുന്നു. സുദേവേട്ടന്റെ അമ്മയുടെ മൃതദേഹമൊക്കെ പിന്നീട് ലഭിക്കുകയും ചെയ്തു. ഇനിയും 3 മൃതദേഹം അവിടെ നിന്ന് ലഭിക്കാനുണ്ട്. ഏതായാലും ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഓർമ്മ ചിത്രങ്ങളും ശേഖരിച്ച് ഇപ്പോൾ സുദേവേട്ടന്റെ സഹോദരൻ ദിനേശൻ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം അവിടെ വന്ന് അവരുടെ ഒരു മൃതദേഹമെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം വന്നതാണ്. പക്ഷേ അവരുടെ ശരീരാവശിഷ്ടങ്ങളോ അവരുടെ ബാക്കിയുള്ള കുടുംബത്തിലെ 3 അംഗങ്ങളുടെ വിവരമോ ഒന്നുമില്ല. അവരെ കിട്ടിയിട്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അസ്ഥാനത്താണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയത് ചില ഓർമ്മ ചിത്രങ്ങൾ മാത്രമാണ്. ദിനേശേട്ടനും കുടുംബത്തിനും തന്റെ ജ്യേഷ്ഠന്റെയും കുടുംബത്തിന്റെയും ഓർമ്മകൾ ബാക്കിയാക്കുന്നത് ഇനി ആ കൊണ്ടുപോയ ഓർമ്മ ചിത്രങ്ങളാണ്. അത് സ്വാഭാവികമായും അവരുടെ ഓർമ്മകളിൽ അവരുടെ ഷെൽഫുകളിൽ ഒരു ദുരന്തത്തിന്റെ ഓർമ്മ ചിത്രങ്ങളായി അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ദിനേശേട്ടൻ സുദേവേട്ടന്റെ വീടിരുന്ന സ്ഥാനത്തേക്ക് പ്രതീക്ഷയോടെ കടന്നു പോകുന്നതാണ്. കയ്യിൽ തൂക്കിയ ആ കവറിൽ ഒരുപിടി ഓർമ്മകളാണ്, ഒരുപിടി സ്മരണകളാണ്, മധുരകരമായ ഓർമ്മകളാണ് ആ കവറിൽ ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചെളി പറ്റിയ ഒരു കവറാണ്. ആ കവറിന് മാത്രമല്ല ചെളി പറ്റിയിരിക്കുന്നത്. ദിനേശേട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ രീതിയിൽ ചെളിയും ചേറും ഏറ്റ ഒരു അനുഭവമാണ്. ആ അനുഭവം കയ്യിൽ പിടിച്ച് ഈ ദുഃഖവേളയിൽ അല്ലെങ്കിൽ ഈ ദുരന്തവേളയിൽ ഒരു വല്ലാത്തൊരു സന്തോഷ നിമിഷങ്ങൾ കയ്യിൽ ചേർത്ത് പിടിച്ച് അദ്ദേഹം മടങ്ങുകയാണ് ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രമായി. ഇത് ദിനേശേട്ടന്റെ മാത്രം കാഴ്ചയല്ല, ദിനേശേട്ടന്റെ മാത്രം സാഹചര്യവുമല്ല. എത്രയോ പേർ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ പോയി കണ്ണം നട്ടു നിൽക്കുന്ന ദിനേശേട്ടനെ നമുക്ക് കാണാം. അവർക്ക് പിന്നാലെ പോകുന്ന രക്ഷാപ്രവർത്തകരെ കാണാം. ഇവിടെയൊക്കെ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതാണ്. ഇന്നും പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ മാറ്റി ഇവിടെ നിന്ന് പരിശോധന നടത്തിയതാണ് നേരത്തെ. ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും, ഒന്നും മണിക്കൂറുകൾ ദിവസങ്ങൾ പരതിയിട്ടും ഒന്നും കാണുന്നില്ല, ഒന്നും കിട്ടിയില്ല. എന്നിട്ടും എന്തോ പ്രതീക്ഷിച്ച് നടക്കുന്നത് പോലെ എന്നാൽ നിരാശ പകർന്ന മുഖവുമായി ദിനേശേട്ടന്റെ ആ ഒരു നിൽപ്പ്, അത് വല്ലാത്തൊരു നിൽപ്പാണ്, വല്ലാത്തൊരു നിസ്സഹായമായൊരു നിൽപ്പാണ്, വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു അവസ്ഥയാണത്. അത് ദിനേശേട്ടന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും അതേ അനുഭവം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്, പലർക്കും അതേ ഓർമ്മകൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. ദിനേശേട്ടനും സുദേവേട്ടനും ഈ പറഞ്ഞ നാസർക്കയും നമ്മൾ നേരത്തെ സംസാരിച്ച സുനിലേട്ടനുമൊക്കെ ഈ ദുരന്തഭൂമിയിലെ ദുരന്തത്തിൽ അകപ്പെട്ട പലരുടെയും പ്രതീകങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ സുദേവേട്ടന്റെ നിൽപ്പ് അവർക്ക് കരയാൻ പോലും ആകുന്നില്ല എന്നുള്ളതാണ്. പലർക്കും കരയാനാകുന്നില്ല, കണ്ണുനീര് വറ്റി. ഇനി ഇതിനേക്കാൾ വലിയ മരവിച്ച മനസ്സ് അതിന് എങ്ങും ലഭിക്കാനില്ല. കരയാൻ കണ്ണുനീർ വേണമെങ്കിൽ മനസ്സിനൊരു അലിവ് വേണം. മനസ്സ് മരവിച്ചു പോയിരിക്കുകയാണ്. അവരുടെ ഉറ്റവരുടെ ഉടയവരുടെ വിയോഗം, കൺമുന്നിൽ കൂടി ഒലിച്ചുപോയ അവരുടെ ജീവിതം, ഒരു ജീവൻ, ഒന്നല്ല അനവധി ജീവിതം, ഒരു നാടൊന്നാകെ ഒലിച്ചു പോകുമ്പോൾ അതിനു മുന്നിൽ ഈ വിധത്തിൽ കണ്ണും നട്ട് നിഷ്ക്രിയരായി നിസ്സഹായരായി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് എല്ലായിടത്തും ഉയരുന്നത്. ഈ പരിശോധനകൾ ഇപ്പോഴും തുടരുമ്പോഴും ഇത്തരത്തിലുള്ള വല്ലാത്ത ഓർമ്മകൾ അത് എല്ലാവർക്കും പങ്കുവെക്കാനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.